നമുക്ക് ഇനി തമ്മനത്തേക്ക് പോവാം. അവിടെ ശാന്തിപുരം കോളനിയിൽ ഇന്നലെ മുതൽ ദുരിതമാണ്. മഴയത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇത് ശാന്തിപുരം കോളനിയിലെ അവസ്ഥയാണ്. നോക്കിക്കോ, ഓരോ വീടിൻ്റെ അവസ്ഥ നോക്കിക്കാണ്. ഓരോ വീടിനകത്തിലും ഉള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം നോക്കിക്കോ. കണ്ടോ, ഞങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു തരിക. കാരണം ഇത്രയും ബുദ്ധിമുട്ടി ഈ ഓടയിലെ വെള്ളവും ബാക്കി കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിനകത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എല്ലായിടത്തും എല്ലാ സാധനവും എല്ലാം പൊക്കി വെച്ചിട്ട് എല്ലാം എടുത്തിട്ടാണ് നിൽക്കുന്നത്. നോക്കിക്കോ, എല്ലാ വീടിലും എല്ലാവരും ഓരോരുത്തർക്കും വോട്ട് ചെയ്യാനും വേണ്ടിയും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയും ഇതിന് നിന്നതാണ്. ഈ റോഡിലുള്ള വെള്ളം, ഈ ബാക്കി കാര്യങ്ങൾ, ഓരോ വീടും നോക്കിക്കോ, ഓരോ വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാരണം അത്രയും അവസ്ഥയിലാണ് ഓരോ വീടും. തമ്മനത്തെ ശാന്തിപുരം കോളനിയിൽ ശ്യാം ചേരുന്നുണ്ട്. അവിടെ നിന്നും ശ്യാം, വളരെ ദുരിതമാണ് അവിടുത്തെ സ്ഥിതി. ഈ സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങൾ ഉണ്ട് നമ്മുടെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ. അവിടെയൊക്കെയും സർക്കാർ മുൻകൂട്ടി കണ്ട് ബദൽ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ ഭവന നിർമ്മാണം വേണ്ടത് എന്ന കാര്യത്തിൽ ഈ നഗര പരിപാലനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഒരു രൂപരേഖ വരെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്കിതാവുന്നില്ല? ഈ ദുരിതം ഇവർക്ക് എന്ന് അവസാനിക്കും? മോത്തി പറഞ്ഞതുപോലെ തന്നെ കൊച്ചി അത്ര വലിയ സ്മാർട്ട് സിറ്റിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ രൂപം കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിത്തില്ലണം. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ പറ്റേ ചേർന്നാണ് വീടുകളിരിക്കുന്നത്. ഈ വീടുകളിലാണ് ഇന്നലെ ഒറ്റയടി പെയ്ത മഴയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയത്. ഇവിടുത്തെ നാട്ടുകാരാകെ പരിഭ്രാന്തിയിലാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി പലരും സാധനങ്ങൾ വരെ കട്ടിലിനും മുകളിലൊക്കെ ആയിട്ടാണ് എടുത്തു വെച്ചത്. അവർക്ക് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇന്നലെ എങ്ങനെയായിരുന്നു ഇവിടെ വെള്ളം? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒരു ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ ഞങ്ങൾ വളരെയധികം പേടിച്ച്. 3 കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. അതുങ്ങളും ഈ വെള്ളത്തിൽ നിൽക്കണതാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ്. വെള്ളത്തിൽ കുഞ്ഞുങ്ങൾ നിൽക്കണ കണ്ടിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഹാളിലേക്ക് പോയി. എല്ലാ സാധനങ്ങളും നശിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് പോലും ഇല്ലാതായി. എന്നിട്ട് പോലും ഈ സർക്കാർ ഞങ്ങൾക്കൊരു സഹായം ചെയ്തില്ല. കൗൺസിലർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവിടെ വീടിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുള്ളൂ, വീട്ടിലെ സാധനങ്ങൾ നശിഞ്ഞാൽ ഒന്നും ചെയ്യൂല എന്ന്. അതാണ് കൗൺസിലർ പറഞ്ഞത്. പക്ഷേ പോത്തീസിൽ ഫ്രണ്ടിൽ എങ്ങനെയാണ് വെള്ളം വന്നത്, അതേപോലെ ഞങ്ങൾ പെരക്കകത്തുനിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ അത് വെള്ളം മൊബൈലിൽ പിടിക്കോ, ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ രക്ഷിക്കാൻ നോക്കും. ഇതിന് 1 വയസ്സുള്ളൂ, 2 വയസ്സുണ്ടായുള്ളൂ കഴിഞ്ഞാവണം. ഇപ്പം 2-3 തവണ ഈ വെള്ളം കയറുന്നത്, ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. നിരന്തരമായിട്ട് ഇങ്ങനെ വെള്ളം വരികയാണ്. ഇപ്രാവശ്യം വലിയ പേടിച്ചായിരുന്നു. ഞങ്ങൾ പേടിച്ചായിരുന്നു ഇപ്രാവശ്യം. പിള്ളേരെയൊക്കെ ആയിട്ട് കുറച്ച് നല്ല അധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഞങ്ങൾ എവിടെയും കയറി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒന്നും നോക്കാതെ ഹാളിലേക്കാണ് പോയത്. എല്ലാം നശിന്. കഴിഞ്ഞ വർഷം പിള്ളേരെ ബുക്ക് വരെ നശിന് പോയി. ഞങ്ങളുടെ ഇപ്രാവശ്യം ഇത്രയും കയറിയായിരുന്നു. കഴിഞ്ഞ വർഷം ഇവിടം വരെയും വെള്ളം ഉണ്ടായിരുന്നു. ഈ ചെറിയൊരു മഴ പെയ്തപ്പോഴാണ് ഇത്രയും ഒരു അവസ്ഥ വന്നേക്കണത്. പിന്നെ ഈ മഴ വരുമ്പോൾ എന്താണ് അവസ്ഥ ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങള് വാതില് തുറന്ന് നോക്കലാണ്. വെള്ളം കയറും. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നെഞ്ചിനകത്ത് ഭയങ്കര വിഷമമാണ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായം എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഈ കുഞ്ഞുങ്ങളെങ്കിലും നല്ല ഇതിൽ കിടക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. വളരെ വേദനയോടുകൂടിയാണ് അവർ പറയുന്നത്. കാരണം അവർ കാലങ്ങളായിട്ട് ഇവിടെ അനുഭവിക്കുന്നതാണ് അവരുടെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളാണ് അവരിപ്പോൾ പങ്കുവച്ചത്. നമുക്ക് മറ്റ് ആളുകളോടും ചോദിക്കാം. ഇന്നലത്തെ ഈ മഴയിൽ വലിയ പ്രതിസന്ധി ആയിരുന്നല്ലേ? നല്ല പ്രതിസന്ധിയായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ 2 മണിക്കൂർ മഴ പെയ്തപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നീടുള്ള അവസ്ഥ എന്തായിരിക്കും. 2 മണിക്കൂർ മഴ പെയ്തുള്ളൂ. ആ മഴയ്ക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം നമ്മൾ പൊക്കി കട്ടിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഉറങ്ങാൻ പറ്റിയില്ല. ഭയത്തോടെയാണ് കിടന്നത്. അങ്ങനെ ഭയത്തോടുകൂടി ഈ മഴയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ പ്രദേശവാസികൾക്ക്. അത്രയേറെ വേദനാജനകമായിട്ടാണ് അവർ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്നത് ഓടയാണ്. ഈ ഓടയിൽ നിന്നുള്ള മലിനജലം ഉൾപ്പെടെ മുകളിലേക്ക് കയറി ഈ വീടിനകത്തേക്ക് കയറുന്ന ആ സ്ഥിതിവിശേഷം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. അതെ, ടാങ്കുകളൊക്കെ ഇപ്പോൾ ഇന്നലെ വെള്ളം ശേഖരിച്ചു വെച്ചിരുന്ന ടാങ്കാണ്, അതൊക്കെ മറച്ചിടേണ്ട ഒരവസ്ഥ എത്തിയിരിക്കുന്നു. അങ്ങനെ അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ ഓടകളിൽ നിന്നുള്ള വെള്ളം, അത് സെപ്റ്റി ടാങ്കുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വെള്ളം ഇവരുടെ ഈ വീടുകളിലേക്ക് കയറുന്ന സ്ഥിതിവിശേഷം. ഈ കോളനിയിലെ വീടുകളിൽ തൊട്ടടുത്തടുത്ത് വീടുകളാണ്.
ആ വീടുകളിലാണ് ഇത്തരത്തിലുള്ള ദുർസ്ഥിതി ഉണ്ടാകുന്നത്. പക്ഷേ കാലങ്ങളായിട്ട് ഇവർ അനുഭവിക്കുന്നതാണ്, ഒരു മാറ്റവുമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭരണാധികാരികളോ ആരും തന്നെ ഇക്കാര്യങ്ങളിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതിന്റെ ഉത്തമ ശ്യാംപ്രസാദ്, ഒരു കാര്യം, ഇവരിങ്ങനെ നിരന്തരമായി ദുരിതം അനുഭവിക്കുന്നുണ്ട്, ആരും അതിനൊരു പരിഹാരം കാണുന്നില്ല എന്നിരിക്കെയും കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനെങ്കിലും ജില്ലാ ഭരണകൂടമോ ബന്ധപ്പെട്ട അധികൃതരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആരെങ്കിലും ഈ നിമിഷം വരെ അവിടെ ഒന്ന് വന്നെത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഒരു ആളും തന്നെ, അതായത് കൗൺസിൽ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇന്നലെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി. പലരും തങ്ങളുടെ വീട്ടിലുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ വീടിന് മുകളിലേക്ക് കയറ്റി വയ്ക്കേണ്ട അവസ്ഥയായിരുന്നു അവർക്കെല്ലാവർക്കും. അത്രയേറെ ദൈന്യതയോടുകൂടിയാണ് ആ ഒരു രാത്രി അവർ കഴിച്ചുകൂട്ടിയത്. അവർ തന്നെ പറയുന്നുണ്ട്, കാരണം എങ്ങനെ രാത്രി കിടന്നുറങ്ങും, അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഈ പ്രദേശത്തെ ഓരോ ജനതയും. എന്നിട്ട് പോലും ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ്. ഇന്ന് നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു, മഴ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ ഭയങ്കര മഴയല്ലായിരുന്നു, ഭയങ്കര വെള്ളം കയറി, എല്ലാ ഫുള്ളും വെള്ളം കയറി, മുട്ടിന് വെള്ളം ഇറങ്ങുന്നില്ല. ഭയങ്കര വിഷമത്തിലാണ് അത് കാരണം ജീവിക്കുന്നത്. ഞങ്ങളിവിടെ വാടക താമസിക്കണേണ്, എന്നിട്ടും ഒരു വീട് ഗതിയില്ലാത്ത വെള്ളം കയറിയിട്ട് എല്ലാ സാധനങ്ങളും പോയി, എല്ലാ സാധനങ്ങളും ഒഴുകിപ്പോയില്ല, എല്ലാം നനഞ്ഞ് ഒന്നും ഭയങ്കര അവസ്ഥയിലായിപ്പോയി, ഉണക്കിയെടുക്കാനും പറ്റാത്ത. അത്രയേറെ ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ് അവർ, സങ്കടത്തോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. കാരണം ഏറെ വേദനയോടുകൂടി ഇത്രയും വർഷം സ്വരുക്കൂട്ടിയ പലതും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നമുക്ക് കിട്ടണില്ല. വീടിന് അപേക്ഷിച്ചിട്ടുണ്ടില്ല, നേരിട്ട് തന്നിട്ടില്ല. വീടിലെ വാടക അതിൻ്റെ ഇടയിൽ കൂടി എല്ലാ സാധനങ്ങളും പോയി നനഞ്ഞ് ഉണക്കാനായിട്ടൊക്കെ വെയിൽ കണ്ടിട്ട് വേണ്ടി അതുവരെ അപ്പോൾ തീക്കാളേണ്ടി വരും, അതൊക്കെ വെയിൽ വരുമ്പോൾ. ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്തപ്പോഴാണ് ഈ ഒരു ദുർസ്ഥിതി നമുക്കുണ്ടായത്. ഇനിയൊരു വലിയൊരു മഴ പെയ്യുകയാണ് എങ്കിൽ തന്നെ ഇവിടെ മൊത്തത്തിൽ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാകും നമുക്ക് കാണാൻ കഴിയുക. തൊട്ടിപ്പുറത്ത് നമുക്ക് ഇവിടുത്തെ ആളുകളോടൊക്കെ ചോദിക്കാം. ചേച്ചി, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ മഴ? നിറച്ചും പെരക്കകത്തൊക്കെ വെള്ളമായി, ഞങ്ങളുടെ കുറേ സാധനമൊക്കെ വെള്ളത്തിലൊക്കെ ആയി, ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി. എങ്ങോട്ടും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടാനോ പിടിക്കാനൊന്നും ഒരിടമില്ല. എല്ലാവരും ബുദ്ധിമുട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആയാൽ ഞങ്ങൾ വളരെ കഷ്ടത്തിൽ തന്നെ ആവും. കാലങ്ങളായിട്ടുള്ളതല്ലേ? കാലങ്ങളായിട്ടുള്ള അതിനൊരു ഇത് കാണുന്നില്ല. ഇവിടം വരെയൊക്കെ വെള്ളം പോകും. ഞങ്ങളുടെ ഒരുപാട് സാധനം ഇന്നലെ വെള്ളത്തിലൊക്കെ ആയിരുന്നു. നമ്മുടെ കുറേ തുണികളും എല്ലാം നഷ്ടപ്പെടുകയും ഞങ്ങളുടെ വീട്ടുപകരണങ്ങളൊക്കെ വെള്ളത്തിലായിരുന്നു. ഇന്നലെ രാത്രി തൊട്ടിപ്പുറത്തെ വീട്ടിൽ നമ്മൾ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഇവിടെ ഒരു അടുത്ത ദിവസം തന്നെ ഒരു കല്യാണം നടക്കാനുള്ള ഒരു വീട് കൂടിയാണ് ഇത്. സ്റ്റാർട്ടിങ് മഴയാണ്, ആദ്യമായിട്ട് പെയ്ത മഴയാണ്. കല്യാണം ഒന്നാ അപ്പൊ ഇതെങ്ങനെ ആവും എന്താവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റണില്ല. കാരണം ഭയങ്കര അവസ്ഥകളാണ് നമ്മുടെ ഇവിടെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇന്നലെ വെള്ളം കയറി, ഇന്നലെ വെള്ളം കയറി കയറ്റി വെച്ചേക്കണത് മേളിലോട്ട് കയറ്റി വെച്ചേക്ക്, എല്ലാം കയറ്റി വെച്ചേക്ക. എല്ലാവരും ജോലി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് പണിക്ക് പോകണം, പണിക്ക് പോകുമ്പോൾ പെട്ടെന്ന് മഴ വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണില്ലല്ലോ. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ 2 പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. ഈ അടുത്ത ദിവസം ഇവിടെ കല്യാണം നടക്കേണ്ട വീടാണ്. ആ വീട്ടിലാണ് ഈ സാധന സാമഗ്രികളെല്ലാം തന്നെ കയറ്റി വെച്ചിരിക്കുന്നത്. ആ വീട്ടുടമകളാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഈ ശാന്തിപുരം കോളനിയിലെ അവസ്ഥ. ഈ അവസ്ഥകൾ നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ ഈ ഭരണാധികാരികൾ ഇവിടെ എത്തി എന്തെങ്കിലും ഇവർക്ക് വേണ്ട ഒരു ശാശ്വതമായ ഒരു ഇടപെടൽ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.